ഹലോ ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് ആഫ്റ്റർനൂൺ ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. അപ്പോൾ ആഫ്റ്റർനൂൺ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ ഓർത്ത് നാളെ ഓഫാണ്, ഓൾറെഡി വീക്കെൻഡാണ്, നമുക്ക് നല്ല കുറച്ച് മൊമെൻറ്റ്സ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം, നല്ല സമയങ്ങളുണ്ടാക്കാം. കാരണം നമുക്കൊക്കെ ഒരു ലൈഫല്ലേ ഉള്ളൂ. ഒരു ലൈഫിൽ നമ്മൾ ചുമ്മാ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊടുന്നേക്കാളും നല്ലത് എന്ന് തീരുമെന്നറിയില്ലാത്ത ഈ ജീവിതം നമുക്ക് പല സമയങ്ങളിലും നമുക്കതിന് ഒരുപാട് പണമോ ഒന്നും വേണമെന്നില്ല. നമുക്ക് ചെറിയൊരു മനസ്സുണ്ടായാൽ മാത്രം മതി നമ്മുടെ ലൈഫ് ഒരുപാട് നല്ലതാവാനായിട്ട്. പല വീടുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രശ്നങ്ങളെല്ലാം സ്വാഭാവികമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ ജനിച്ച് വളർന്നവർ ഒരുമിക്കുന്നതാണ് വേറെ ഒരു കുടുംബം. പക്ഷേ ആ കുടുംബത്തിൽ നമ്മുടെ കുറവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാനും അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനും ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ലൈഫ് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട കാര്യമില്ല. അതിനുള്ള ഏറ്റവും വലിയൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കുക, നമ്മുടെ കുറവുകൾ അംഗീകരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫ് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാവും. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജീവിതമാണ് ഞങ്ങളുടെ. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് ഇന്ന് രാത്രി ഫുഡ് ഉണ്ടാക്കി നല്ല കുറച്ച് നിമിഷങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളൊരു രീതിയാണ്. അപ്പം ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഓൾറെഡി ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഹസ്ബൻഡ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായി എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അന്ന് ഞാൻ വന്നു കഴിഞ്ഞ് ബീഫെല്ലാം റെഡിയാക്കി. ഇവിടെ നമുക്ക് അടുത്ത് നല്ല ബീഫ് കിട്ടും, നല്ല ഫ്രഷ് ബീഫ്, വില കുറഞ്ഞ് കിട്ടും കേട്ടോ. അതൊക്കെ ലോക്കൽ കട്ട്സാണ്, നല്ല ടേസ്റ്റാണ് ബീഫിനാണെങ്കിൽ വലിയ വേവൊന്നുമില്ലാത്തൊരു ബീഫാണ്. അപ്പം ബീഫെല്ലാം റെഡിയാക്കി ബീഫ് കറി വെക്കാനുള്ള ഒരുക്കത്തിലാണ്. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം, അവർക്ക് കൂടുതൽ ടൈം ഫോണിലോ ടി വിയിലോ ഇരിക്കുന്നേക്കാൾ കൂടുതൽ ഇഷ്ടം അവർക്ക് ഞങ്ങളുടെ കൂടെ ഇരിക്കാനാണ്. ഞങ്ങളുടെ ഹാപ്പിനെസ് കാണാനാണ് അവർക്കിഷ്ടം. ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്കൊരു വ്യത്യസ്ത അഭിപ്രായം വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്കത് മനസ്സിലാവും. അവർ വഴക്കിടാൻ പോവുകയാണോ അതൊന്നും കാണാൻ അവർക്ക് ഇഷ്ടമല്ല. കാരണം അവരെപ്പോഴും പറയും, അപ്പയമ്മയും വഴക്കിടരുത്, നിങ്ങൾ സ്നേഹത്തിലിരിക്കുന്ന കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ശരിയാണ്, ഞങ്ങളും ഓൾമോസ്റ്റ് എല്ലാ സമയങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കാനും ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ ടി വി കാണുന്നതും ഫോൺ കാണുന്നതൊക്കെ വളരെ കുറവാണ്. അവർക്കെപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഇരിക്കാനാണ് ഇഷ്ടം. ചെറുപ്പം മുതലാണെങ്കിലും ഇപ്പം നമ്മുടെ പണി എളുപ്പമാവാനോ നമുക്ക് കുറച്ച് സ്വസ്ഥത കിട്ടാനോ ആയിട്ട് അവർക്കങ്ങനെ ഫോൺ കൊടുക്കാറില്ലായിരുന്നു. അത് തന്നെയാണ് വാസ്തവം. ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളുടെ കൂടെ കുഞ്ഞു സഹായങ്ങൾ ചെയ്യും, കൂടെ ഇരുന്ന് ഡാൻസ് കളിക്കും. സാറയാണെങ്കിൽ സ്കൂളിൽ പോയ കാര്യങ്ങളെല്ലാം പറയും. അങ്ങനെ ഉള്ള ഒരു ചെറിയ ഒരു ഇതാട്ടോ. അവർ തമ്മിൽ ഇരുന്ന് കളിക്കും. അതുകൊണ്ട് തന്നെയാണെങ്കിലും അവർക്ക് തമ്മിൽ തന്നെ നല്ലൊരു ബോണ്ടുണ്ട്. ഓക്കെ, പറഞ്ഞു വന്ന് നമ്മുടെ ബീഫ് കറിയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം. ബീഫ് കറി ഓൾമോസ്റ്റ് റെഡി ആകാറായി. അപ്പോഴാണ് രണ്ടുപേർക്കും വിശപ്പായി. കാരണം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ തന്നെ 10 മണി കഴിഞ്ഞു. കുളിയെല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ കയറിയപ്പോൾ തന്നെ 10:30. അപ്പം ഇപ്പോൾ ഓൾമോസ്റ്റ് ഏതാണ്ട് ഒരു 11:30. മക്കൾക്കൊക്കെ വിശന്ന് തുടങ്ങി. അപ്പോൾ ഫുഡ് റെഡി ആവുന്നത് വരെയും വെയിറ്റ് ചെയ്യാനുള്ള ഒരു ഇതില്ലാത്തതിൻ്റെ പേരിൽ മക്കൾക്ക് ഉള്ള ചോറും കറിയൊക്കെ കൂട്ടി ഹസ്ബൻഡ് ഫുഡ് കൊടുക്കാൻ തുടങ്ങി. ഞാൻ കുക്കിംഗ് തന്നെ കണ്ടിന്യൂ ചെയ്തു. ഒരു ടീം വർക്ക് പോലെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരിക്കലും ഒരാൾക്ക് മാത്രം ഭാരം കൂടുന്നു, ഒരാൾ മാത്രം ഈ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യണം, അങ്ങനെയൊന്നും ഒരിക്കലും തോന്നാറില്ല കേട്ടോ. കാരണം രണ്ടുപേരും വർക്കിംഗ് ആണ്, രണ്ടുപേരും സമ്പാദിക്കുന്നു, അവർക്ക് രണ്ടുപേർക്കും ഇൻകം ഉണ്ടാവുന്നു. അതുപോലെ തന്നെ വീട്ടിലത്തെ ജോലികളും ഞങ്ങൾ അറിയാവുന്നത് പോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയും നമുക്ക് അവിടെ ഒരു ഈഗോ ഉണ്ടാകാറില്ല, ഞാൻ തന്നെ എല്ലാം ചെയ്യണം എന്നൊരു ചിന്ത ഉണ്ടാകാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം തന്നെ ഞങ്ങളുടെ ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആക്കാറുണ്ട്. എനിവേ, ബീഫിൻ്റെ കാര്യത്തിന് ഏതാണ്ടൊക്കെ തീരുമാനമായി. ബീഫ് ഇവിടെ കുക്കറിൽ ഒരിക്കലും അടിക്കാറില്ല. കാരണം കുക്കറിൽ ബീഫ് അടിച്ചു കഴിഞ്ഞാൽ തന്നെ അതിന് ടേസ്റ്റ് കുറവാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ഇൻഡാലിയത്തിൻ്റെ പാത്രത്തിലാണ് ബീഫ് ഉണ്ടാക്കുന്നത്. വെള്ളം പറ്റിയെടുക്കുന്നവരെയും ഇൻഡാലിയത്തിൻ്റെ പാത്രത്തിലായിരിക്കും. ബീഫിന് വേവ് കുറവാണെങ്കിൽ ഒരു അരമണിക്കൂർ വേവിച്ചാൽ മതി. അല്ലെങ്കിൽ വേവ് കൂടുതലുള്ള ബീഫൊക്കെ ആണെങ്കിൽ 3/4 മണിക്കൂറൊക്കെ ബീഫ് വേവിക്കേണ്ടി വരും. കപ്പയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കിക്കാരിയായി എനിക്ക് കപ്പയെ തേങ്ങ അരച്ചിട്ടുണ്ടാക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ കൊച്ചിയിലോ എറണാകുളം കാരനായ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ കപ്പ ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം. അതുകൊണ്ട് തന്നെയും ഞങ്ങൾ നമുക്കൊരു വിവാഹം കഴിഞ്ഞ് നമ്മളൊരു കുടുംബജീവിതം ആയെന്ന് കരുതിയാൽ പോലും നമുക്ക് ഇഷ്ടങ്ങളുണ്ടല്ലോ അല്ലേ. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ ഇഷ്ടങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കും, ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ മറ്റേ രീതിയിലുണ്ടാക്കും. അപ്പം രണ്ടുപേരുടെ ഇഷ്ടങ്ങൾ മറക്കത്തില്ല. നമ്മൾ ഒരു ജീവിതം തുടങ്ങിയപ്പോൾ ഒന്നും അല്ലാതായെന്നൊരു തോന്നലും നമുക്കുണ്ടാവത്തില്ല. അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ കുറവുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ തുടങ്ങിയാൽ തന്നെയും നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുടുംബ ജീവിതം കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി വിട്ടുകൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുടുംബ ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കപ്പയുടെ കാര്യത്തിന് തീരുമാനമായി. അവർ ഫുഡൊക്കെ കഴിച്ചു, കുറേ ചിപ്സൊക്കെ വലിച്ചു വാരിയിട്ടു. അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് കഴിക്കുന്നതാണ് ഈ കാണുന്നത്. ഒരു പ്ലേറ്റിൽ നിന്നാണ് രണ്ടുപേരും കഴിക്കുന്നത്. രണ്ടുപേരും എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്യണം, അത് ഞങ്ങൾക്ക് വളരെ നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ കപ്പയുടെ ലാസ്റ്റ് സ്റ്റേജ് എത്തി.
കപ്പ റെഡിയായി. ഇനി ബീഫിലേക്ക് പോകാം. ബീഫിൻ്റെ കാര്യം പറയേണ്ടത് ഹസ്ബൻഡാണ്. കാരണം ആൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന ബീഫ് ഇഷ്ടമാണ്. എവിടെ പോയി കഴിച്ചാലും എൻ്റെ അടുത്ത് പറയും നീ ഉണ്ടാക്കുന്ന ബീഫാണ് നല്ലതെന്ന്. അത് ബീഫിൻ്റെ കാര്യത്തിൽ മാത്രം, ഞാൻ തള്ളതല്ല, ബീഫിൻ്റെ കാര്യത്തിൽ മാത്രം. അപ്പം ആളങ്ങനെ ബീഫ് കഴിച്ചു. ഓക്കെ, ബീഫും റെഡിയായി. ഇനിയിപ്പം ബീഫും കപ്പയും എല്ലാം റെഡിയായി. കുട്ടികൾക്ക് ചോറും കൊടുത്തു. ഞങ്ങൾ കുറേ റിലാക്സ്ഡായി. ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ ക്ലീൻ ചെയ്യലാണ്. എന്ന് കുക്ക് ചെയ്താലും എന്ത് തിരക്കാണെങ്കിലും കിച്ചൺ ക്ലീൻ ചെയ്യാതെ ഉറങ്ങുന്ന ഒരു കാര്യമേ നമുക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്തിട്ട് ഉറങ്ങുകയാണെങ്കിൽ രാവിലെ എണീറ്റ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആയിരിക്കും. നമ്മൾ എണീറ്റ് വരുമ്പോൾ തന്നെ നമ്മുടെ വീടൊക്കെ വൃത്തികേടായിട്ട് കിടക്കുകയാണെങ്കിൽ അന്നത്തെ ഒരു ദിവസമേ നമുക്ക് ഒരു പോക്കാണ്. അതുകൊണ്ട് തന്നെ പിന്നെ രാത്രി നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ജോലികൾ വേഗം തീരും. പകൽ നമ്മൾ താമസിച്ച് എണീറ്റിട്ട് ജോലി തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ജോലി തീരത്തേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പാത്രങ്ങളെല്ലാം കഴിച്ചു. ഹസ്ബൻഡ് അവിടെയെല്ലാം തുടച്ചിട്ടു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളുടെ കിച്ചണൊക്കെ അടിപൊളിയാക്കി ക്ലീൻ ചെയ്തു. പിന്നെ ആണെങ്കിൽ എന്താ പറയുന്നത്, ചായ ഇടുന്ന കാര്യം, ചായ ഇടുന്ന ജോലി ഇവിടെ ഇച്ചുനാണ്. കാരണം ഞാൻ ചായ ഇടാറില്ല. ഒന്നാമത്തെ ഒരു കാര്യം, ഞാൻ ചായ ഇട്ടാക്കി ഇഷ്ടമല്ല. പ്രത്യേകിച്ച് പാൽ ചായ ഇടുമ്പം അടിച്ചെടുക്കുന്നില്ല, പതപ്പിച്ചെടുക്കുന്നില്ല, അങ്ങനത്തെ 100 പരാതികളൊക്കെ ഉള്ളതുകൊണ്ട് ആൾ തന്നെ ചായ ഇടും. ചായ എനിക്കും തരും, ആൾക്കും ചായ ഇടും. അപ്പോൾ അങ്ങനെ ചായയും അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തി. ഞാൻ കിച്ചണെല്ലാം അടിച്ച് ക്ലീൻ ചെയ്തു. ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ചൂട് കൂടിക്കഴിയുമ്പോൾ ഇവിടെ പാറ്റയുടെ ശല്യം വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ കിച്ചൺ ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ പാറ്റയാണെങ്കിലും ഭയങ്കര ശല്യമാണ്. അങ്ങനെ ഞങ്ങളുടെ കട്ടൻ ചായ റെഡിയായി. 2 ഗ്ലാസ്സിലും കട്ടൻ ചായ റെഡിയായി. പിന്നെയാണെങ്കിൽ നാളത്തേക്കുള്ള ദോശമാവിനുള്ളത് അപ്പം തന്നെ അരച്ചു. ആ പണിയും കഴിഞ്ഞു. അതെല്ലാം സെറ്റ് ചെയ്ത് എടുത്തു വെച്ചു. അതിൻ്റെ പാത്രങ്ങളെല്ലാം കഴുകി ക്ലീൻ ചെയ്തു. ഇനിയിപ്പം എന്താ പറയുന്നത്, ഫൈനലി നമ്മുടെ ഫുഡെല്ലാം റെഡിയായി. നമ്മൾ നല്ല ഹാപ്പിയായി, റിലാക്സ്ഡായി. ഇതാണ് ബീഫിൻ്റെ അവസാനത്തെ ഒരു സെറ്റപ്പ്. പക്ഷേ ഈ ബീഫിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴല്ല ടേസ്റ്റ്. നമ്മൾ ഇന്ന് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നാളെ രാവിലെ ഒരിച്ചിരി എണ്ണയും കൂടെ എടുത്തൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന ടേസ്റ്റ് ഭയങ്കര വലുതാണ്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ കപ്പ, ബീഫ്, ഞങ്ങളുടെ കട്ടൻ ചായ എല്ലാം റെഡിയാണ്. അപ്പോൾ തന്നെ ഞങ്ങളുടെ പിള്ളേരെ കാണുന്നില്ല. പിള്ളേരെ തപ്പിയെടുത്തിട്ട് വരാട്ടെ. പിള്ളേർ എവിടെയോ പോയിന്ന് തോന്നുന്നത്. ഇപ്പം തന്നെ തപ്പിയെടുത്തിട്ട് വരാം. അതേ പിള്ളേർ വന്നു, ഞങ്ങളുടെ മക്കളും വന്നു. എല്ലാവരും ഉറങ്ങാതിരിക്കുക. രാത്രി 12 മണിയായി. അപ്പോൾ ഞങ്ങളുടെ കപ്പയും ബീഫൊക്കെ റെഡിയായി. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.